നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നത് ശരി. എന്നാലും ഇന്ത്യൻ നയതന്ത്രം ഇത്രയേറെ പാളിയ ഒരു കാലം വേറെയില്ല എന്ന് പറയാതിരിക്കാനുമാവില്ല. മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യക്ക് മാത്രം 50% താരിഫ്. ഇപ്പോഴിതാ H1B വിസയ്ക്കുള്ള ഫീ 2.5 ലക്ഷത്തിൽ നിന്ന് 88 ലക്ഷത്തിലേക്ക്. 71% ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന മേഖലയിലാണ് ട്രംപിന്റെ ഈ കൊടിയ ഫീസ്. അതോടെ ഇന്ത്യയിൽ നിന്നുള്ള IT തൊഴിലിനാണ് കൂട്ടുവീഴുക. ഇന്ത്യക്കാർ ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടം വേറെയില്ല. അമേരിക്ക ഈ ദ്രോഹിക്കുന്നതിനൊപ്പം ചർച്ചയാകുന്നത് ഇന്ത്യയുടെ നയതന്ത്രം കൂടിയാണ്. അമേരിക്കയെ കൈവിട്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം ചേരുന്നത് ആത്മഹത്യാപരമാകുമെന്ന് നാലുപാടു നിന്നും മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ വ്യാപാര രംഗവും തൊഴിൽ രംഗവുമാണ് ഒരുപോലെ ദുരിതത്തിൽ ആകുന്നത്. രാജ്യത്തിന്റെ വളർച്ചാ സൂചികകളിലാണ് ഈ വെല്ലുവിളി നിഴൽ വീഴ്ത്തുന്നത്. ഇപ്പോൾ തന്നെ സാമ്പത്തിക മാന്ദ്യ ലക്ഷണങ്ങൾ വ്യക്തമാണ്. അമേരിക്കയുമായി സന്ധി ആയില്ലെങ്കിൽ അതീവ ഗുരുതര പ്രതിസന്ധിയാണ് രാജ്യത്തിന് മുന്നിൽ ഉള്ളത്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ട്രംപ് ഇന്ത്യയിൽ പൊട്ടിക്കുന്ന ഹൈഡ്രജൻ ബോംബ്. ട്രംപ് ഇത്ര വലിയ ദ്രോഹം ചെയ്തിട്ടും ഇന്ത്യയിൽ ഇത് വലിയ ചർച്ചയാകുന്നില്ല. അതിന് കാരണമുണ്ട്. ദേശീയ മാധ്യമങ്ങളൊന്നും ഇത് വലിയ കാര്യമാക്കുന്നില്ല. നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിക്കുന്നതൊന്നും അവർ നൽകാറില്ല. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് പ്രധാന വാർത്തയെങ്കിലും ആക്കുന്നത്. അപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തെ വിമർശിക്കുന്ന ഒരു വാചകം പോലും ഉണ്ടാകുന്നില്ല എന്ന് അവർ ഉറപ്പാക്കുന്നുമുണ്ട്. H1B വിസയിൽ നിന്ന് ആരംഭിക്കാം. ഇൻഫോസിസും TCSും വിപ്രോയുമെല്ലാം ആഗോള കമ്പനികൾ ആകുന്നത് H1B വിസയുടെ ആനുകൂല്യത്തിലാണ്. ഒരു വിസ ലഭിക്കാൻ കമ്പനികൾക്ക് 2.5 ലക്ഷം രൂപ മാത്രം അമേരിക്കയുടെ സർക്കാരിൽ അടച്ചാൽ മതിയായിരുന്നു. ഇനി അത് $1 ലക്ഷം ആണ്. $1 ലക്ഷം എന്നാൽ ഇപ്പോഴത്തെ നിരക്കിൽ 88 ലക്ഷം രൂപ വരും. ഇത്രയും തുക സർക്കാരിലേക്ക് അടച്ച് ഇന്ത്യയിൽ നിന്നുള്ള IT ജീവനക്കാരെ കൊണ്ടുവരുന്നത് നഷ്ടക്കച്ചവടമാകും. പകരം വിസ ഫീ അടക്കേണ്ടാത്ത അമേരിക്കൻ പൗരനെ നിയമിക്കുന്നതാകും ലാഭകരം. അതുകൊണ്ടാണ് ട്രംപിന്റെ വിസ നീക്കം ഇരട്ട പ്രഹരമാകുന്നത്. തദ്ദേശവൽക്കരണവും ഇന്ത്യയോടുള്ള പ്രതികാരവും ഒറ്റയടിക്ക് നടപ്പാക്കുകയാണ് ട്രംപ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തന്നെയാണ് ഇതിൽ ആടി ഉലയാൻ പോകുന്നത്. നിലവിൽ അമേരിക്കയിൽ H1B വിസയിൽ ഉള്ള 7 ലക്ഷം പേരാണ് ജോലി ചെയ്യുന്നത്. അതിൽ 5 ലക്ഷവും ഇന്ത്യക്കാരാണ്. 3 വർഷത്തേക്കാണ് H1B വിസ അനുവദിക്കുന്നത്. അത് 6 വർഷം വരെ ദീർഘിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എത്തുന്നവർ മുമ്പൊക്കെ മറ്റു മാർഗങ്ങളിൽ ഗ്രീൻ കാർഡ് സ്വന്തമാക്കുകയും സ്ഥിരതാമസം ആക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ H1B വിസ കാലാവധി 6 വർഷം മാത്രമാക്കി ബൈഡൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഉത്തരവ് വന്നിരുന്നു. ഇപ്പോൾ H1B വിസയിലുള്ളവർക്ക് ഫീ വർധന ബാധകമല്ല. നിലവിൽ 3 വർഷത്തെ വിസയ്ക്ക് എത്തിയവർക്ക് മറ്റൊരു 3 വർഷം കൂടി പുതുക്കുമ്പോഴും ഉയർന്ന ഫീ ആവശ്യമില്ല. എന്നാൽ പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും ഉയർന്ന ഫീ നൽകാൻ ബാധ്യസ്ഥരാണ്. ഇതോടെ വിപ്രോയും ഇൻഫോസിസും TCSും ഒക്കെ അമേരിക്കയിൽ നൽകുന്ന സേവനങ്ങൾ തന്നെയാണ് ഇല്ലാതാകുന്നത്. 5 ലക്ഷം ഇന്ത്യക്കാർക്ക് H1B വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും കുടുംബങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്നു എന്നുകൂടിയാണ് അർത്ഥം. ഇന്ത്യ കഴിഞ്ഞാൽ ചൈനയിൽ നിന്നാണ് H1B വിസയിലുള്ളവർ കൂടുതലുള്ളത്. ചൈനയിൽ നിന്നുള്ളവരാണ് ആകെ വിസയുടെ 11%. ഇന്ത്യയും ചൈനയും ചേർന്നാൽ തന്നെ 82%. ശേഷിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാമായി 18% മാത്രമാണ് H1B വിസ ഉള്ളത്. അവയെല്ലാം ചേർന്നാലും 1.5 ലക്ഷം തികയില്ല. അപ്പോൾ തിരിച്ചടി ഇന്ത്യക്കാണ്, ചെറിയ തോതിൽ ചൈനയ്ക്കുമാണ്. ഇത് തൊഴിൽ പോകുന്ന വ്യക്തികളുടെ മാത്രം പ്രശ്നമല്ല. ഇൻഫോസിസും വിപ്രോയുമൊക്കെ ഇന്ത്യയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് ഈ IT കയറ്റുമതിയിലൂടെയാണ്. ആ സേവനം കൂടിയാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ ആകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അതിലേറെ ശക്തമാണ് ഇപ്പോഴത്തെ ഈ സ്ഫോടനം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ചതോടെ ഇവിടുത്തെ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതിയായി. 2 മാസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് ഇവിടുത്തെ വിദേശകാര്യ വക്താക്കൾ ആണയിടുന്നതിനിടെയാണ് ഇപ്പോൾ H1B വിസ പ്രശ്നം വന്നത്. നമ്മുടെ നയതന്ത്രം പൂർണ്ണമായും പാളിയതിന്റെ തെളിവാണ് ഈ 2 തിരിച്ചടിയും. അമേരിക്കയിൽ നിന്ന് ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്നോ ഇന്നലെയോ അല്ല അറിഞ്ഞത്. അമേരിക്കയുമായി എത്ര വർഷമായി നടക്കുന്നതാണ് വ്യാപാര കരാറിനുള്ള ചർച്ചകൾ. അമേരിക്കയ്ക്കാണോ ചൈനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ചോദ്യം ഉയർന്നാൽ അമേരിക്ക എന്നല്ലാതെ ഒരു ഉത്തരം ഇന്ത്യയിൽ സാധ്യമല്ല.
ഇന്ത്യക്കാണെങ്കിൽ ചൈനയിൽ നിന്ന് തിരിച്ചടികൾ അല്ലാതെ നന്മകളൊന്നും ഈ കാലമൊന്നും ഉണ്ടായിട്ടില്ല. നെഹ്റുവിന്റെ കാലം മുതൽ മോദിയുടെ കാലം വരെയുള്ള ചൈനയിൽ നിന്നുള്ള അനുഭവങ്ങളെല്ലാം തിരിച്ചടികളുടേതാണ്. ഇന്ത്യക്ക് ചൈനയുമായി യോജിപ്പിൽ എത്താവുന്ന മേഖലകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. മാത്രവുമല്ല, അമേരിക്കയിലുള്ളതുപോലെ തൊഴിൽ സാധ്യതകളോ കയറ്റുമതി സാധ്യതകളോ ചൈനയിൽ ഇല്ല. സന്ധിയിലായാലും ചൈനയെ കൊണ്ട് ഇന്ത്യക്ക് ഒരു നേട്ടവുമില്ല. ചൈനയുടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വന്ന് ഇന്ത്യൻ വിപണി നിറയും എന്നല്ലാതെ മറ്റൊരു ഫലവുമില്ല. ഇന്ത്യയുടെ വ്യവസായങ്ങൾ മരവിപ്പിലാവുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങാത്തത് എന്നു കാണാം. ചൈനയുമായി പോലും 2 മാസം കൊണ്ട് കരാറിൽ എത്തുകയും മയപ്പെടുകയും ചെയ്തു. അമേരിക്കയുടെ ഏറ്റവും വലിയ ദേഷ്യത്തിന് കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ്. അമേരിക്കയും പാശ്ചാത്യ ലോകങ്ങളും വിലക്കിയിട്ടും ഇന്ത്യ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വാങ്ങുന്നതിന്റെ 40% വരെ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. അങ്ങനെ ഒരു നയതന്ത്ര തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെ ചില തിരിച്ചടികൾ കൂടി ഉണ്ടാകും എന്ന ബോധം ഇന്ത്യക്ക് ഉണ്ടാകണമായിരുന്നു. അങ്ങനെ വരുന്ന തിരിച്ചടികളെ നേരിടാനുള്ള കെൽപ്പ് ഉണ്ടാകണമായിരുന്നു. നമ്മുടെ കാർഷിക വ്യാവസായിക മേഖലകൾക്ക് മാത്രമല്ല ഇപ്പോഴത്തെ തിരിച്ചടി, തൊഴിൽ രംഗത്തു കൂടിയാണ്. 5 ലക്ഷം തൊഴിൽ സാധ്യതയാണ് ഏറ്റവും കുറഞ്ഞത് ഇല്ലാതാകുന്നത്. അവർ കൂടി നാട്ടിലെ IT മേഖലയിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകും. അതോടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതി വരും. ഇന്ത്യക്ക് ഇതിലും വലിയ പ്രതിസന്ധി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അണുബോംബ് വർഷിക്കുന്നത് പോലുള്ള ആഘാതമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.